ഹായ് സ്റ്റുഡൻസ്, നോൺ കൺവെൻഷൻ എനർജി സോഴ്സസ് എന്ന് പറയുന്ന നമ്മുടെ പേപ്പറിലെ നാലാമത്തേതും അവസാനത്തേതുമായിട്ടുള്ള ചാപ്റ്ററാണ് എനർജി ഫ്രം ഓഷ്യൻ ആൻഡ് കെമിക്കൽ എനർജി സോഴ്സസ്. അപ്പോൾ ഇവിടെ നമ്മൾ രണ്ട് എനർജി സോഴ്സസിനെ കുറിച്ചിട്ടാണ് പഠിക്കുന്നത്. ആദ്യത്തെ ഒരു സെക്ഷനിൽ നമ്മൾ എനർജി ഫ്രം ഓഷ്യൻ, സമുദ്രത്തിൽ നിന്ന് നമുക്ക് ലഭ്യമാവുന്ന എനർജിയെക്കുറിച്ച് പഠിക്കും. രണ്ടാമത്തെ ഒരു സെക്ഷനായിട്ട് കെമിക്കൽ എനർജി സോഴ്സസും നമ്മൾ പരിചയപ്പെടും. അതായത് രാസോർജ വിഭവങ്ങൾ, അതും നമ്മൾ അത് പരിചയപ്പെടുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതിനകത്ത് ആദ്യത്തെ സെക്ഷനാണ് നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യുന്നത്, എനർജി ഫ്രം ഓഷ്യൻ. നോക്കുക, സമുദ്രങ്ങൾ ഊർജത്തിൻ്റെ വലിയൊരു കലവറയാണ്. ഒരുപാട് എനർജി സമുദ്രത്തിൽ നിന്ന് നമുക്ക് അവൈലബിൾ ആണ്. പ്രധാനമായിട്ട് ഓഷ്യൻ എനർജി സോഴ്സസിനെ അല്ലേ, സമുദ്രത്തിൽ നിന്നുള്ള ഊർജ്ജ വിഭവങ്ങളെ പ്രധാനമായിട്ടും നമുക്ക് നാലായിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഓഷ്യൻ എനർജി സോഴ്സസ് ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻ ടു 4. ഏതൊക്കെയാണ്? ഓഷ്യൻ തെർമൽ എനർജി കൺവേർഷൻ, ടൈഡൽ എനർജി, ഓഷ്യൻ വേവ്സ്, പിന്നെ ഹൈഡ്രോളജിക്കൽ സൈക്കിൾ. ഇത് നാലുമാണ്. ഏതൊക്കെയാണ്? ഒന്നാമത്തേത് ഓഷ്യൻ തെർമൽ എനർജി കൺവേർഷൻ, 2 ടൈഡൽ എനർജി, 3 ഓഷ്യൻ വേവ്സ്, 4 ഹൈഡ്രോളജിക്കൽ സൈക്കിൾ. ഇത് ഓരോന്നും എന്താണ് എന്ന് നമ്മൾ ആദ്യം സിമ്പിളായിട്ട് ഒന്ന് പറയും, പിന്നെ അതൊന്ന് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യും. ആദ്യം നമ്മൾ ഓഷ്യൻ തെർമൽ എനർജി കൺവേർഷൻ എന്നുള്ളതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളതാണ്. നോക്കുക, നമ്മൾ ഓഷ്യൻ സമുദ്രങ്ങൾ പരിഗണിച്ച് കഴിഞ്ഞാൽ സമുദ്രത്തിൻ്റെ സർഫസിൽ അല്ലേ, വാട്ടർ സർഫസിൽ നന്നായിട്ട് സൺലൈറ്റ് ഇൻസിഡൻറ്റ് ചെയ്യുന്നുണ്ട്, സൂര്യപ്രകാശം നന്നായിട്ട് വീഴുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നല്ല ഹോട്ട് വാട്ടർ ആയിരിക്കും സർഫസിൽ. ഓക്കെ, സർഫസ് വാട്ടർ ഹീറ്റഡ് വെരി മച്ച് ഡ്യൂ ടു ദ ഡയറക്റ്റ് ഇൻസിഡൻസ് ഓഫ് ദ സോളാർ ലൈറ്റ്. ഓക്കെ, സോളാർ റേഡിയേഷൻ്റെ ഡയറക്റ്റ് ഇൻസിഡൻസ് കാരണം ഈ സർഫസ് ഓഫ് ദ വാട്ടർ ഓഫ് ദ ഓഷ്യൻ എന്ന് പറയുന്നത് നല്ല ടെമ്പറേച്ചർ, ഹൈ ടെമ്പറേച്ചർ ആയിരിക്കും. എന്നാൽ ഡെപ്തിലേക്ക് പോകുന്തോറും നല്ല ഡീപ്പ് വാട്ടർ, കൂൾ വാട്ടറും ആയിരിക്കും അല്ലേ. അപ്പോൾ അതായത് സർഫസ് വാട്ടറും അതുപോലെ ഡെപ്തിലുള്ള വാട്ടറും തമ്മിൽ നല്ല ടെമ്പറേച്ചർ ഡിഫറൻസ് ഉണ്ടാവും അല്ലേ. ആ ടെമ്പറേച്ചർ ഡിഫറൻസ് ഉപയോഗിച്ചുകൊണ്ട് നമ്മളൊരു ഹീറ്റ് എൻജിൻ പ്രവർത്തിപ്പിക്കുക, എന്നിട്ട് നമ്മൾ എനർജി പ്രൊഡ്യൂസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഈ ഒരു രീതിയാണ് ഓഷ്യൻ തെർമൽ എനർജി കൺവേർഷൻ സിസ്റ്റത്തിൽ നമ്മൾ പ്രയോജനപ്പെടുത്തിയിട്ടുള്ളത്. ദ ടെമ്പറേച്ചർ ഡിഫറൻസ് ബിറ്റ്വീൻ സർഫസ് വാട്ടർ ഓഫ് ദ ഓഷ്യൻ ആൻഡ് ഡീപ്പർ കോൾഡ് വാട്ടർ ഈസ് യൂസ്ഡ് ടു വർക്ക് എ ഹീറ്റ് എൻജിൻ. ഓക്കെ, അതാണ്. അപ്പോൾ അവിടെ ആ ഒരു ടെമ്പറേച്ചർ ഡിഫറൻസ് ശരിക്കും ഹീറ്റ് എൻജിൻ വർക്ക് ചെയ്യാന്ന് പറയുമ്പോൾ അവിടെ എന്തുണ്ടാവുകയാണ്? മെക്കാനിക്കൽ എനർജി ആയിട്ട് നമുക്ക് മാറ്റാൻ സാധിക്കുന്നുണ്ട്. ആ ഒരു സംവിധാനമാണ് ഓഷ്യൻ തെർമൽ എനർജി കൺവേർഷൻ സിസ്റ്റം. അതാണ് ഒന്നാമത്തെ ഒരു ഓഷ്യൻ എനർജി സോഴ്സ്. രണ്ടാമത്തെ ഒരു ഓഷ്യൻ എനർജി സോഴ്സ് ആണ് ടൈഡൽ എനർജി. എന്താണ് ടൈഡൽ എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? വേലിയോർജം. അതായത് നമുക്കറിയാം മൂണ് പ്രധാനമായിട്ടും അല്ലേ, ചന്ദ്രൻ്റെ ഗുരുത്വാകർഷണം കാരണം ഈ ടൈഡ് ഉണ്ടാവാറുണ്ട്, ഏറ്റവും വേലി ഇറക്കമൊക്കെ ഉണ്ടാവാറുണ്ട് അല്ലേ. അപ്പോൾ ആ ഒരു ഊർജം നമുക്ക് എന്ത് ചെയ്യാം? പല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ വേണ്ടി പറ്റും. ഓക്കെ, ആ ടൈഡൽ എനർജി tide is produced due to the gravitational force exerted by between between the earth and moon. ഓക്കെ, അപ്പോൾ അങ്ങനെ നമുക്ക് വേലിയിറക്കം ഉണ്ടാവും. അത് നമ്മൾ എന്ത് ചെയ്യുന്നു? എനർജി സോഴ്സ് ആയിട്ട് ആ ഒരു വേലിയിറക്കം സമയത്തുള്ള ആ ഒരു പൊട്ടൻഷ്യൽ എനർജി ഓഫ് ദ വാട്ടർ അല്ലേ, നന്നായിട്ട് വേലിയേറ്റമൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ പൊട്ടൻഷ്യൽ എനർജി ഓഫ് ദ വാട്ടറിന് നല്ലൊരു പൊട്ടൻഷ്യൽ എനർജി ഓഫ് ദ വാട്ടർ വല്ലാണ്ട് കൂടുകയൊക്കെ ചെയ്യും അല്ലേ. ആ പൊട്ടൻഷ്യൽ എനർജി നമുക്ക് പല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കാനൊക്കെ പറ്റും. അതാണ് ടൈഡൽ എനർജി എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ വരുന്നത് ഓഷ്യൻ വേവ്സ് ആണ്. അത് സാധാരണ നമ്മുടെ കടലിലെ തിരമാലകൾ അല്ലേ, ആ തിരമാലകളിലും ഒരുപാട് എനർജി ഉണ്ട്. ആ എനർജി നമുക്ക് പല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കാം. പക്ഷേ എന്നിരുന്നാൽ പോലും ആ എനർജിയെ വേണ്ട രീതിയിൽ നമുക്ക് ഇപ്പോഴും എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ സാധിക്കുന്നില്ല. അതിനുള്ള മെക്കാനിസം ഒന്നും ഇപ്പോഴും ഡെവലപ്ഡ് ആയിട്ടില്ല എന്നുള്ളതാണ്. ഓക്കെ, പിന്നെ ഏറ്റവും ഒടുവിൽ ഹൈഡ്രോളജിക്കൽ സൈക്കിളാണ്. ഹൈഡ്രോളജിക്കൽ സൈക്കിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സർഫസ് വാട്ടർ ഇവാപ്പറേഷൻ ഓഫ് ദ ഓഷ്യൻ ഡ്യൂ ടു സോളാർ റേഡിയേഷൻ അല്ലേ. അതായത് സൂര്യപ്രകാശം കാരണം എന്ത് ചെയ്യാണ്? ഈ ഓഷ്യൻ്റെ സർഫസിലുള്ള വാട്ടറൊക്കെ ഇവാപ്പറേറ്റ് ചെയ്യുക, ബാഷ്പീകരിച്ച് പോവുക അല്ലേ. ബാഷ്പീകരിക്കുമ്പോൾ എന്തുണ്ടാവും? അവിടെ വേപ്പർ ഉണ്ടാവും, വാട്ടർ വേപ്പർ ഉണ്ടാവും അല്ലേ. ആ വാട്ടർ വേപ്പർ കണ്ടൻസ് ചെയ്തിട്ട് എന്ത് പെയ്യും? മഴ പെയ്യും. അങ്ങനെ മഴ പെയ്തു കഴിഞ്ഞാൽ റിവറുകൾ നന്നായിട്ട് ഫ്ലോ ചെയ്യും. ആ റിവറിൻ്റെ ആ ഒരു കൈനറ്റിക് എനർജി നമുക്ക് എന്ത് ചെയ്യും? ആ റിവറിനെ നമുക്ക് ഡാംസിൽ സ്റ്റോർ ചെയ്യുകയും പിന്നെ അതിൽ നിന്ന് ഹൈഡ്രോ ഇലക്ട്രിക് പവർ സ്റ്റേഷൻ ഉപയോഗിച്ചുകൊണ്ട് ഹൈഡ്രോ ഇലക്ട്രിക് എനർജി നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാനും സാധിക്കും. ഓക്കെ, അതാണ് ഹൈഡ്രോളജിക്കൽ സൈക്കിള്
ഒരു എനർജി സോഴ്സായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കുന്നത്. സമുദ്രങ്ങളുണ്ടെങ്കിലാണ് ഈ രീതിയിൽ നന്നായിട്ട് ഇവാപറേഷൻ നടന്നിട്ട് മഴ പെയ്യുകയും ഉണ്ടാകുന്ന എനർജി നമുക്ക് പല കാര്യങ്ങൾക്ക് ഉപയോഗിക്കാനും സാധിക്കുന്നുള്ളൂ. അപ്പോൾ ഇത്രയുമാണ് ഓഷ്യൻ എനർജി സോഴ്സസ്. നമുക്ക് നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇവിടെ നോട്ട് ചെയ്തിട്ടുണ്ട്. എനർജി ഫ്രം ഓഷ്യൻ ആൻഡ് കെമിക്കൽ എനർജി സോഴ്സസ് എന്നുള്ളതാണ് നമ്മുടെ 4th ചാപ്റ്ററിൻ്റെ പേര്. അതിൽ ഫസ്റ്റ് സെക്ഷൻ എനർജി ഫ്രം ഓഷ്യൻ, അതിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ ആണ് ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഓഷ്യൻ സോഴ്സസ് ഓഫ് എനർജി ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻ ടു 4 അല്ലേ. സമുദ്രത്തിലുള്ള എനർജി സോഴ്സസിനെ നമുക്ക് 4ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഒന്നാമത്തേത് ഓഷ്യൻ തെർമൽ എനർജി കൺവേർഷൻ, OTEC, ഒട്ടക് എന്നാണ് പറയുക. ദ ടെമ്പറേച്ചർ ഡിഫറൻസ് ബിറ്റ്വീൻ വാം ഓഷ്യൻ സർഫസ് വാട്ടർ ആൻഡ് ഡീപ്പ് കോൾഡർ വാട്ടർ ക്യാൻ ബി യൂട്ടിലൈസ്ഡ് ഇൻ എ ഹീറ്റ് എഞ്ചിൻ ടു ജനറേറ്റ് പവർ. നമ്മൾ പറഞ്ഞു അല്ലേ, സമുദ്രോപരിതലത്തിലെ ചൂട് കൂടിയ വെള്ളം, സമുദ്രത്തിൻ്റെ അടിഭാഗത്തെ തണുത്ത വെള്ളം, ഇതിൻ്റെ രണ്ടിൻ്റെയും ടെമ്പറേച്ചർ ഡിഫറൻസ് ഒരു ഹീറ്റ് എഞ്ചിൻ പ്രവർത്തിപ്പിക്കാൻ നമുക്ക് ഉപയോഗിക്കാം. അങ്ങനെ അത് ഒരു പവർ പ്രൊഡ്യൂസ് ചെയ്യും അല്ലേ. ദിസ് എനർജി ഫോം ഹാസ് ലോ എഫിഷ്യൻസി ആൻഡ് ഹൈ ക്യാപിറ്റൽ കോസ്റ്റ്. പക്ഷേ ഈ ഒരു ഓഷ്യൻ തെർമൽ എനർജി കൺവേർഷൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എഫിഷ്യൻസി ലോ ആണ്. അതായത് ഒരുപാട് വാട്ടർ അല്ലെ, ഒരുപാട് ഏരിയ ഓഫ് ഓഷ്യനിൽ നമുക്ക് കുറച്ച് എനർജി മാത്രമേ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അതാണ് ലോ എഫിഷ്യൻസി എന്നുള്ളത് ഉദ്ദേശിക്കുന്നത്. ഹൈ ക്യാപിറ്റൽ കോസ്റ്റ് അല്ലെ, ഇങ്ങനെ എനർജി പ്രൊഡ്യൂസ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള കോസ്റ്റ് അല്ലെ, അത് വളരെ ഹൈ ആണ് എന്നുള്ളതാണ്. അടുത്ത ടൈഡൽ എനർജിയാണ് രണ്ടാമത്തെ ഓഷ്യൻ എനർജി സോഴ്സ്. ടൈഡ് ഈസ് എ പീരിയോഡിക് റൈസ് ആൻഡ് ഫാൾ ഓഫ് ദ വാട്ടർ ലെവൽ ഓഫ് ദ സീ വിച്ച് ആർ ക്യാരിഡ് ബൈ ദ ആക്ഷൻ ഓഫ് മൂൺ പ്രൈമറിലി. അതായത് പീരിയോഡിക് അല്ലേ, ഒരു കൃത്യമായ സമയ ഇടവേളകളിൽ എന്ത് ചെയ്യുന്നു, വാട്ടർ ലെവൽ ഓഫ് ദ സീ, കടലിൻ്റെ ആ ഒരു ജലനിരപ്പ് എന്ത് ചെയ്യുന്നു, ക്രമാനുസൃതമായിട്ട് എന്ത് ചെയ്യുന്നു, റൈസ് ആൻഡ് ഫാൾ, ഉയരുകയും താഴുകയും ചെയ്യുന്നു. അതിനെയാണ് നമ്മൾ എന്ത് പറയുക, ടൈഡ് എന്ന് പറയുക. അതിന് കാരണം പ്രധാനമായിട്ടും ചന്ദ്രൻ്റെ ഒരു പ്രവർത്തനമാണ്. മൂണിൻ്റെ ഒരു ആക്ഷൻ കാരണമാണ് ഇത് സംഭവിക്കുന്നത് അല്ലേ. മൂണിൻ്റെ ആക്ഷൻ കാരണം പീരിയോഡിക്കായിട്ട് ക്രമമായിട്ടുള്ള ഇടവേളകളിൽ റൈസ് ആൻഡ് ഫാൾ ഓഫ് ദ വാട്ടർ സർഫസ് ലെവൽ ഓഫ് ദ സീ, അതിനെയാണ് നമ്മൾ ടൈഡ് എന്ന് പറയുക. ദ പൊട്ടൻഷ്യൽ എനർജി ഓഫ് ദ ടൈഡ് ക്യാൻ ബി ട്രാപ്ഡ് ടു ജനറേറ്റ് പവർ ബട്ട് അറ്റ് എക്സ്ട്രീംലി ഹൈ ക്യാപിറ്റൽ കോസ്റ്റ്. ഈ ടൈഡിൻ്റെ പൊട്ടൻഷ്യൽ എനർജി നമുക്ക് എന്ത് ചെയ്യാം, പവർ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാം. പക്ഷേ പ്രശ്നം എന്താണ്, എക്സ്ട്രീംലി ഹൈ ക്യാപിറ്റൽ കോസ്റ്റ്. ഇവിടെയും നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നിർമ്മാണ ചെലവ് വളരെ കൂടുതലാണ്. എനർജി പ്രൊഡ്യൂസ് ചെയ്യാൻ ഒരുപാട് കോസ്റ്റ് ആവശ്യമായിട്ട് വരും എന്നുള്ളതാണ്. അതാണ് രണ്ടാമത്തെ ഓഷ്യൻ എനർജി സോഴ്സ് ആയിട്ടുള്ള ടൈഡൽ എനർജിയെ കുറിച്ച് പറയാനുള്ളത്. മൂന്നാമത്തെ വരുന്നത് ഓഷ്യൻ വേവ്സ് ആണ്. അത് തിരമാലകളാണ് ഉദ്ദേശിക്കുന്നത്. അറ്റംപ്റ്റ്സ് ടു എക്സ്പ്ലോയിറ്റ് ദിസ് പവർ ഫോർ ഹ്യൂമൻ പർപ്പസസ് ഹാസ് ബീൻ എക്സ്റ്റെൻസീവ്. അതായത് നമുക്ക് എന്ത് ചെയ്യാം, ഈ ഓഷ്യൻ വേവ്സിൽ നിന്നുള്ള പവർ എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ ഒരുപാട് അറ്റംപ്റ്റ്സ് ഇപ്പോഴും നടക്കുന്നുണ്ട്. പക്ഷേ പലപ്പോഴും അത് അതിനുള്ള ടെക്നിക്സ് അല്ലെങ്കിൽ ടെക്നോളജി അത്ര തന്നെ ഡെവലപ്പ് ആയിട്ടില്ല എന്നുള്ളതാണ്. ഓക്കെ, നമുക്ക് അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ കാണും. ഹൈഡ്രോളജിക്കൽ സൈക്കിളാണ് നമ്മൾ പറഞ്ഞു. സർഫസ് വാട്ടർ ഇവാപറേഷൻ ബൈ സോളാർ ഹീറ്റിംഗ് അല്ലേ, സൂര്യപ്രകാശ രശ്മികൾ വന്ന് വീണ് ഈ ഓഷ്യൻ സർഫസിലെ വാട്ടർ എന്താവുന്നു, ഹീറ്റായിട്ട് അത് ഇവാപറേറ്റ് ചെയ്യുക, ബാഷ്പീകരിച്ച് പോകുന്നതിനെയാണ് നമ്മൾ ഹൈഡ്രോളജിക്കൽ സൈക്കിൾ എന്ന് പറയുക. അതായത് നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിക്കുന്ന ആ സൈക്കിൾ അല്ലേ, ആ ബാഷ്പീകരിച്ച് പോകുന്ന ആ ജലാംശം എന്ത് ചെയ്യുന്നു, മേഘമായിട്ട് തണുത്തുറയുന്നു അല്ലേ, പിന്നെ അത് താഴത്തേക്ക് മഴയായി പെയ്യുന്നു, വീണ്ടും എന്താ പറയുക, കടലിൽ വെള്ളം വരുന്നു, പിന്നെ അത് ഇവാപറേറ്റ് ചെയ്യുന്ന ഒരു സൈക്കിളാണ്. ഓക്കെ, ആ ഒരു സംഭവമാണ് ഹൈഡ്രോളജിക്കൽ സൈക്കിള്. ദിസ് ലീഡ്സ് ടു റെയിൻഫാൾ വിച്ച് കോസസ് റിവർ ഫ്ലോ ആൻഡ് ദിസ് വാട്ടർ ക്യാൻ ബി ട്രാപ്ഡ് ഇൻ ഡാംസ് ആൻഡ് ഹൈഡ്രോളജിക്കൽ എനർജി ക്യാൻ ബി പ്രൊഡ്യൂസ്. ഓക്കെ, അതായത് ഈ പിന്നെ ഹൈഡ്രോളജിക്കൽ സൈക്കിൾ കാരണം മഴ ഉണ്ടാവും അല്ലേ, മഴ ഉണ്ടാവുന്നു. ആ മഴ കാരണം പുഴകൾ ഒഴുകുന്നു. ആ പുഴകളിലെ വെള്ളം നമുക്ക് ഡാമുകളിൽ ട്രാപ്പ് ചെയ്യാൻ പറ്റും. അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം, ആ ഡാമുകൾ ഹൈഡ്രോ ഇലക്ട്രിക് പവർ സ്റ്റേഷൻ പ്രവർത്തിപ്പിച്ചിട്ട് നമുക്ക് ഹൈഡ്രോ ഇലക്ട്രിക് എനർജി നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാനും സാധിക്കും. ഓക്കെ, അപ്പോൾ അതാണ് ഹൈഡ്രോളജിക്കൽ സൈക്കിളുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത്. അപ്പോൾ 4 ഓഷ്യൻ എനർജി സോഴ്സസിനെ കുറിച്ചിട്ടും ബേസിക് ആയിട്ട് നമുക്ക് മനസ്സിലായി. ഒട്ടക്കിനെ കുറിച്ച് മനസ്സിലായി അല്ലേ, ഓഷ്യൻ തെർമൽ എനർജി കൺവേർഷൻ, ടൈഡൽ എനർജിയെ കുറിച്ച് മനസ്സിലായി, ഓഷ്യൻ വേവ്സിനെ കുറിച്ചിട്ട് മനസ്സിലായി, ഏറ്റവും ഒടുവിൽ ഹൈഡ്രോളജിക്കൽ സൈക്കിളും നമ്മൾ ഡിസ്കസ് ചെയ്തു. ഓക്കെ, ഇനി അതിൻ്റെ ഡീറ്റെയിൽസ് ആണ് ഇനി നമ്മൾ ഓരോ ഓഷ്യൻ എനർജി സോഴ്സിനെ കുറിച്ചിട്ടും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. അപ്പോൾ അത് നോക്കാം നമുക്ക്. ഓഷ്യൻ തെർമൽ എനർജി കൺവേർഷനെ കുറിച്ചിട്ട് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. OTEC, ഒട്ടക് എന്നാണ് ഇതിൻ്റെ ഷോർട്ടായിട്ട് അറിയപ്പെടുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ കണ്ടു സർഫസ് വാട്ടർ ഹൈ ടെമ്പറേച്ചർ ഉള്ളതാണ്. ഡീപ്പിലുള്ള ഓഷ്യൻ്റെ ഡീപ്പിലുള്ള വാട്ടർ
കോൾഡ് വാട്ടറാണ്. അവയുടെ രണ്ടിൻ്റെയും ടെമ്പറേച്ചർ ഡിഫറൻസ് ഉപയോഗിച്ചുകൊണ്ട് നമ്മളൊരു ഹീറ്റ് എഞ്ചിൻ പ്രവർത്തിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് എനർജി പ്രൊഡ്യൂസ് ചെയ്യാൻ സാധിക്കും, അല്ലെങ്കിൽ മെക്കാനിക്കൽ എനർജി ആയിട്ട് ഈ ഒരു എനർജി ഡിഫറൻസിനെ, ടെമ്പറേച്ചർ ഡിഫറൻസിനെ നമുക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇവിടെ വേറൊരു പ്രധാനപ്പെട്ട ഭാഗം എന്ന് പറയുന്നത് ഒരു ഓർഗാനിക് ഫ്ലൂയിഡ് ഉണ്ടാവും. ഈസിലി വേപ്പറൈസബിൾ ആയിട്ടുള്ള, പെട്ടെന്ന് തന്നെ നമുക്ക് ബാഷ്പീകരിക്കാൻ പറ്റുന്ന ഒരു ഓർഗാനിക് ഫ്ലൂയിഡ്, അതാണ് ഇവിടുത്തെ വർക്കിംഗ് സബ്സ്റ്റൻസ്. ഇവിടെ ഒരു ഹീറ്റ് എഞ്ചിന് പ്രധാനമായിട്ടും രണ്ട് ഭാഗങ്ങളാണ് ഉണ്ടാവുക. ഒരു സോഴ്സും ഉണ്ടാവും, ഒരു സിങ്കും ഉണ്ടാവും. അതായത് ഹൈ ടെമ്പറേച്ചർ ബോഡിയാണ് സോഴ്സായിട്ട് ഉപയോഗിക്കുക, ലോ ടെമ്പറേച്ചർ ബോഡിയാണ് സിങ്കായിട്ട് ഉപയോഗിക്കുക, SINK, സിങ്കായിട്ട് ഉപയോഗിക്കുക. അപ്പോൾ ഇവിടെ സർഫസ് വാട്ടറാണ് ഹൈ ടെമ്പറേച്ചർ ഉള്ള ബോഡി അല്ലേ, അപ്പോൾ അതിനെ സോഴ്സായിട്ടും ഡീപ്പറിലെ കോൾഡ് വാട്ടർ നമുക്ക് സിങ്കായിട്ടും നമുക്ക് യൂസ് ചെയ്യാം എന്നുള്ളതാണ്. എന്തായാലും സർഫസ് വാട്ടർ ഹൈ ടെമ്പറേച്ചറാണുള്ളത്, അപ്പോൾ അതിൽ നിന്ന് കുറേ ഹീറ്റ് അബ്സോർബ് ചെയ്യപ്പെട്ടിട്ട് നമ്മുടെ ഓർഗാനിക് ഫ്ലൂയിഡ്, അതാണ് ഇവിടുത്തെ വർക്കിംഗ് സബ്സ്റ്റൻസ്, ആ ഓർഗാനിക് ഫ്ലൂയിഡ് വേപ്പറൈസ് ചെയ്യും. അങ്ങനെ വേപ്പർ അല്ലേ, അതിൻ്റെ വേപ്പർ പ്രൊഡ്യൂസ് ചെയ്യും, ആ ഓർഗാനിക് ഫ്ലൂയിഡിൻ്റെ വേപ്പർ. ആ വേപ്പർ ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ ഹീറ്റ് എഞ്ചിനെ പ്രവർത്തിപ്പിക്കുന്നത്. ഓക്കെ, ബാക്കി വരുന്ന വേപ്പർ, കുറേ വേപ്പർ എന്തിനു വേണ്ടിയിട്ട് യൂസ് ചെയ്യുകയാണ്, ഹീറ്റ് എഞ്ചിനെ പ്രവർത്തിപ്പിക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുകയാണ്. ബാക്കി വരുന്ന വേപ്പർ ഈ ഡീപ്പർ റീജിയണിൽ നിന്ന് അല്ലേ, അതായത് സിങ്കിൽ നിന്ന് കുറേ വാട്ടർ നമ്മൾ പമ്പ് ചെയ്യുന്നുണ്ട്. ആ വാട്ടറുമായിട്ട് കോണ്ടാക്റ്റിൽ നമ്മുടെ ഈ ഒരു എക്സസ് വേപ്പർ വരുമ്പോൾ എക്സസ് വേപ്പർ എന്ത് ചെയ്യും, തണുക്കും, കൂളാവും. എക്സസ് വേപ്പർ തണുക്കുമ്പോൾ പിന്നെ ആ എക്സസ് വേപ്പറിനെ നമുക്ക് വീണ്ടും വെള്ളമാക്കിയിട്ട് ആ കടലിലേക്ക് തന്നെ പറഞ്ഞയക്കാൻ വേണ്ടി സാധിക്കും. ഓക്കെ, അപ്പോൾ എന്തായാലും ഇവിടെ നമുക്ക് ഹീറ്റ് എഞ്ചിനെ പ്രവർത്തിപ്പിക്കാൻ സാധിച്ചു എന്നുള്ളതാണ്. അതായത് സർഫസ് വാട്ടറിലെ വേപ്പർ ഉപയോഗിച്ചുകൊണ്ട് ഹീറ്റ് എഞ്ചിനെ പ്രവർത്തിപ്പിച്ചു. എക്സസ് വാട്ടറിനെ കോൾഡ് റീജിയണിൽ നിന്നുള്ള കോൾഡ് വാട്ടർ, പമ്പ് ചെയ്യുന്ന കോൾഡ് വാട്ടർ കണ്ടൻസ് ചെയ്യിപ്പിക്കുകയും അത് നമ്മുടെ ഓഷ്യനിലേക്ക് തന്നെ തിരിച്ചയക്കുകയും ചെയ്യും. അങ്ങനെ ഒരുപാട് വാട്ടർ ഇവാപ്പറേറ്റ് ചെയ്തത് ലോസ് ചെയ്ത് പോകുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇതാണ് ഇവിടുത്തെ ഒരു പ്രവർത്തന രീതി. ഓക്കെ, നോക്കുക. ഓഷ്യൻ തെർമൽ എനർജി കൺവേർഷൻ, OTEC. ഹിയർ വാം സർഫസ് വാട്ടർ കുഡ് ബി യൂസ്ഡ് ടു ഹീറ്റ് സം ബോയിലിംഗ് ഓർഗാനിക് ഫ്ലൂയിഡ്, ദ വേപ്പർ ഓഫ് വിച്ച് വുഡ് റൺ എ ഹീറ്റ് എഞ്ചിൻ. അല്ലേ, ഇവിടെ വാം സർഫസ് വാട്ടർ, കടലിൻ്റെ ചൂട് കൂടിയ ആ ഒരു ഉപരിതലത്തിലുള്ള ജലം, അതെന്തിനു വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്, യൂസ്ഡ് ടു ഹീറ്റ് സം ബോയിലിംഗ് ഓർഗാനിക് ഫ്ലൂയിഡ് അല്ലേ, അത് കുറച്ച് ഓർഗാനിക് ഫ്ലൂയിഡ് ഉണ്ടാവും, വർക്കിംഗ് സബ്സ്റ്റൻസ് ആയിട്ട് ഉപയോഗിക്കുന്ന ഓർഗാനിക് ഫ്ലൂയിഡ്, അതിനെ ബോയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നു. അപ്പോൾ എന്തുണ്ടാവും, ദ വേപ്പർ ഓഫ് വിച്ച് വുഡ് റൺ എ ഹീറ്റ് എഞ്ചിൻ. അപ്പോൾ വേപ്പർ ഉണ്ടാവും, ആവി ഉണ്ടാവും, ആവി ഉപയോഗിച്ചുകൊണ്ട് നമ്മളൊരു ഹീറ്റ് എഞ്ചിനെ റൺ ചെയ്യുകയാണ്, ഓക്കെ, പ്രവർത്തിപ്പിക്കുകയാണ്. ദ എക്സിറ്റ് വേപ്പർ വുഡ് ബി കണ്ടൻസ്ഡ് ബൈ പമ്പിങ് കോൾഡ് വാട്ടർ ഫ്രം ദ ഡീപ്പർ റീജിയൻ. ഡീപ്പർ റീജിയനിൽ നിന്ന് പമ്പ് ചെയ്യുന്ന കോൾഡ് വാട്ടർ ഉപയോഗിച്ചുകൊണ്ട് ഈ എക്സസ് വാട്ടർ കേട്ടോ, എക്സസ് വേപ്പറാണ്, എക്സസ് വേപ്പർ, അമിതമായിട്ടുണ്ടാവുന്ന വേപ്പറിന് എന്ത് ചെയ്യുന്നു, കണ്ടൻസ് ചെയ്യുന്നു, എന്നിട്ട് കടലിലേക്ക് തന്നെ വേപ്പർ കണ്ടൻസ് ചെയ്ത് കഴിഞ്ഞാൽ അഗൈൻ വാട്ടറാണ് ഉണ്ടാവുക, നമുക്കറിയാലോ. അപ്പോൾ അതിനെ നമുക്ക് വീണ്ടും സമുദ്രത്തിലേക്ക് തന്നെ പറഞ്ഞയക്കാൻ വേണ്ടി പറ്റും. ദ എമൗണ്ട് ഓഫ് എനർജി അവൈലബിൾ ഫ്രം ഓഷ്യൻ തെർമൽ പവർ ജനറേഷൻ ഈസ് വെരി ഹൈ അല്ലേ. അതായത് ഈ രീതിയിൽ ഓഷ്യൻ തെർമൽ എനർജി കൺവേർഷൻ കാരണം നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള എനർജി എന്ന് പറയുന്നത് വളരെ കൂടുതലാണ്, വെരി ഹൈ ആണ്. ഇനി നമ്മൾ ഈ ഓഷ്യൻ തെർമൽ എനർജി കൺവേർഷൻ സിസ്റ്റം നമ്മൾ എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന ലൊക്കേഷൻസ് ചൂസ് ചെയ്യുമ്പോൾ ചില കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഓക്കെ, വെൻ വി ആർ ചൂസിങ് ലൊക്കേഷൻ ടു എസ്റ്റാബ്ലിഷ് ഓഷ്യൻ തെർമൽ ഇലക്ട്രിക് ജനറേഷൻ, ഫോളോയിങ് റിക്വയർമെന്റ്സ് മസ്റ്റ് ബി സാറ്റിസ്ഫൈഡ്. കുറച്ച് റിക്വയർമെന്റ്സ് ഉണ്ട്, ആ റിക്വയർമെന്റ്സ് സാറ്റിസ്ഫൈ ചെയ്യുന്ന ലൊക്കേഷൻസ് മാത്രമേ തിരഞ്ഞെടുക്കാവൂ. എന്തൊക്കെയാണത്, കോസ്റ്റൽ സോൺ ലാൻഡ് മസ്റ്റ് ബി അവൈലബിൾ, അതായത് തീരപ്രദേശത്ത് ഇതിന് അനുയോജ്യമായിട്ടുള്ള സോൺ, മേഖലകൾ അല്ലേ, അങ്ങനെയുള്ള സ്ഥലങ്ങളായിരിക്കണം നമ്മൾ ചൂസ് ചെയ്യേണ്ടത്. ഓക്കെ, കോസ്റ്റൽ സോൺ ലാൻഡ് മസ്റ്റ് ബി അവൈലബിൾ അല്ലെ, തീരപ്രദേശത്ത് ഇതിനാവശ്യമായിട്ടുള്ള ആ ഒരു മേഖല, പ്രദേശങ്ങൾ നിർബന്ധമായിട്ട് അവൈലബിൾ ആവണം. പിന്നെയോ സീ ഫ്ലോർ മസ്റ്റ് ഡിസെൻഡ് സഫീഷ്യൻ്റ്ലി റാപ്പിഡ്ലി ഫ്രം ദ ഷോർ ബേസ്ഡ് പ്ലാന്റ് ലൊക്കേഷൻ. അതായത് ഈ പ്ലാന്റ് ലൊക്കേഷൻസ് ജലം നിറഞ്ഞ ഭാഗമായിരിക്കും സമുദ്രത്തിൽ അല്ലേ, അപ്പോൾ അതിൽ നിന്ന് നോക്കുന്ന സമയത്ത് സീ ഫ്ലോർ, കടലിൻ്റെ ഫ്ലോർ എന്ന് പറയുന്നത് ഡിസെൻഡ് സഫീഷ്യൻ്റ്ലി, നല്ലോണം താഴ്ന്നിരിക്കണം. ഓക്കെ, കടലിൻ്റെ ആഴത്തിലേക്ക് നല്ല ആഴം വേണം. അങ്ങനെയുള്ള ഇതിനോട് ചേർന്ന നല്ല സമുദ്രത്തിന് നല്ല ആഴമുള്ള പ്രദേശങ്ങളോട് ചേർന്നിട്ട് മാത്രമാണ് ഇത്തരം ലൊക്കേഷൻസ് ചൂസ് ചെയ്യാൻ പറ്റുള്ളൂ. എന്നാലാണ് ഈ സർഫസ് വാട്ടറും ഡീപ്പ് വാട്ടറും തമ്മിലുള്ള ടെമ്പറേച്ചർ ഡിഫറൻസ് നല്ലൊരു എക്സ്ട്രീമം വാല്യൂ ആവുള്ളൂ. അതുകൊണ്ടാണ് നോക്കുക, സീസണൽ അവൈലബിലിറ്റി ഓഫ് വാം ആൻഡ് കോൾഡ് വാട്ടർ. എപ്പോഴും മുകളിൽ നല്ല വാം വാട്ടറും താഴെ എപ്പോഴും കോൾഡ് വാട്ടറും അവൈലബിൾ ആവണം.
ഓക്കെ, അങ്ങനെയുള്ള പ്രദേശങ്ങൾ വേണം നമ്മൾ ചൂസ് ചെയ്യാൻ. അപ്പോൾ ഈ 3 കാര്യങ്ങൾ, ഈ 3 റിക്വയർമെൻറ്റ്സ് ഉള്ള പ്രദേശങ്ങളിലാണ് നമ്മൾ സാധാരണ ഓഷ്യൻ തെർമൽ എനർജി കൺവേർഷൻ സിസ്റ്റം എസ്റ്റാബ്ലിഷ് ചെയ്യാറുള്ളത്. ഓക്കെ, ഓപ്പൺ തെർമൽ എനർജി കൺവേർഷൻ സിസ്റ്റത്തിനെ നമുക്ക് ഓപ്പൺ സൈക്കിൾ ഒട്ടെക് സിസ്റ്റം, ക്ലോസ്ഡ് ഓപ്പൺ ഒട്ടെക് സിസ്റ്റം എന്നിങ്ങനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഓക്കെ, ഓപ്പൺ സൈക്കിൾ ഒട്ടെക് സിസ്റ്റം അതിനെ ക്ലോസ്ഡ് സൈക്കിൾ എന്ന് വിളിക്കാറുണ്ട്. ഇനി ക്ലോസ്ഡ് സൈക്കിൾ ഒട്ടെക് സിസ്റ്റം അതിനെ ആൻഡേഴ്സൺ സൈക്കിൾ എന്നും വിളിക്കാറുണ്ട്. ഒട്ടെക് സിസ്റ്റം ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻ ടു ഓപ്പൺ സൈക്കിൾ ഒട്ടെക് സിസ്റ്റം വിച്ച് ഈസ് നോൺ ആസ് ക്ലോസ്ഡ് സൈക്കിൾ ആൻഡ് ക്ലോസ്ഡ് സൈക്കിൾ ഒട്ടെക് സിസ്റ്റം വിച്ച് ഈസ് നോൺ ആസ് ആൻഡേഴ്സൺ സൈക്കിൾ. ഇതിലാദ്യം നമ്മൾ ഓപ്പൺ സൈക്കിൾ ഒട്ടെക് സിസ്റ്റമാണ് പറയുന്നത്. ഓപ്പൺ സൈക്കിൾ ഒട്ടെക് സിസ്റ്റത്തിൻ്റെ പ്രത്യേകത, സീ വാട്ടർ ആണ് വർക്കിംഗ് ഫ്ലൂയിഡ് ആയിട്ട് ഉപയോഗിക്കുന്നത്. സീ വാട്ടർ ഈസ് യൂസ്ഡ് ആസ് വർക്കിംഗ് ഫ്ലൂയിഡ് ഹിയർ. അതായത് ഒരു ഹീറ്റ് എഞ്ചിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പറഞ്ഞു ഒരു സോഴ്സ് ഉണ്ടാവും, ഒരു സിങ്ക് ഉണ്ടാവും, പിന്നെ ഒരു വർക്കിംഗ് സബ്സ്റ്റൻസ് ഉണ്ടാവും. അവിടെ വർക്കിംഗ് സബ്സ്റ്റൻസ് ആയിട്ട് ഉപയോഗിക്കുന്നത് സീ വാട്ടർ ആണ്. അപ്പോൾ ഈ സീ വാട്ടറിനെ നമ്മൾ ഫ്ലാഷ് ഇവാപ്പറേറ്റർ എന്ന് പറയുന്നൊരു സംഗതി ഉണ്ട് ഇതിനകത്ത്. ആ ഫ്ലാഷ് ഇവാപ്പറേറ്ററിൽ വെച്ചിട്ട് നന്നായിട്ട് ഇവാപ്പറേറ്റ് ചെയ്യും. ഇവാപ്പറേറ്റ് ചെയ്യുമ്പോൾ സ്റ്റീം ഉണ്ടാവും അല്ലേ, വേപ്പർ സ്റ്റീം ഉണ്ടാവും. ആ സ്റ്റീമിൽ തന്നെ ഡിസോൾഡ് ആയിട്ടുള്ള നോൺ കണ്ടൻസബിൾ ആയിട്ടുള്ള സ്റ്റീം ഉണ്ടാവും. നോക്ക്, സീ വാട്ടർ ഈസ് യൂസ്ഡ് ആസ് വർക്കിംഗ് ഫ്ലൂയിഡ് ഹിയർ. വാം വാട്ടർ ഈസ് ഫ്ലാഷ് ഇവാപ്പറേറ്റഡ് ബൈ ലോവറിംഗ് ദ പ്രഷർ അല്ലേ. പ്രഷർ കുറച്ചിട്ട് ഫ്ലാഷ് ഇവാപ്പറേറ്ററിൽ വെച്ചിട്ട് വാം വാട്ടറിനെ, അതായത് വാം സർഫസ് ഉണ്ടല്ലോ, അതിൽ നിന്ന് ഒബ്റ്റെയിൻ ചെയ്യുന്ന വാം വാട്ടറിനെ നമ്മൾ എന്ത് ചെയ്യാണ്, ഫ്ലാഷ് ഇവാപ്പറേറ്റ് ചെയ്യാണ്. ഫ്ലാഷ് ഇവാപ്പറേറ്റർ എന്ന് പറയുന്നൊരു ഉപകരണത്തിൽ വെച്ചിട്ട്. പിന്നെ അതിനകത്ത് ഡയറേറ്റർ എന്ന് പറയുന്നൊരു സംവിധാനമുണ്ട്. ഡയറേറ്റർ അതെന്തിനാണ് ഉപയോഗിക്കുന്നതെന്ന് അറിയോ? ഈ ഫ്ലാഷ് ഇവാപ്പറേറ്ററിൽ ഉണ്ടായ ഈ ഇവാപ്പറേഷൻ്റെ ഫലമായിട്ടുണ്ടായ ഗ്യാസ്, അതായത് വേപ്പർ ഉണ്ടാവും, അതിനകത്ത് ഡിസോൾഡ് നോൺ കണ്ടൻസബിൾ ഗ്യാസസ് ഉണ്ടാവും. ഈ ഫ്ലാഷ് ഇവാപ്പറേറ്ററിനകത്ത് വേപ്പർ മാത്രമല്ല ഉണ്ടാവുള്ളൂ, വാട്ടർ വേപ്പർ മാത്രമല്ല ഉണ്ടാവുള്ളൂ. അതിനെന്ത് ചെയ്യുക, റിമൂവ് ചെയ്യുക. ഈ ഇവാപ്പറേറ്ററിൽ നിന്ന് റിമൂവ് ചെയ്യുക. എന്തിനു വേണ്ടിയിട്ടാണ് റിമൂവ് ചെയ്യുന്നത്? പ്രഷർ കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ്. മനസ്സിലായല്ലോ പറയണത്? സീ വാട്ടർ ഈസ് യൂസ്ഡ് ആസ് വർക്കിംഗ് ഫ്ലൂയിഡ്. വാം വാട്ടർ ഈസ് ഫ്ലാഷ് ഇവാപ്പറേറ്റഡ് ബൈ ലോവറിംഗ് ദ പ്രഷർ. പ്രഷർ കുറച്ചിട്ട് ഫ്ലാഷ് ഇവാപ്പറേറ്ററിൽ വെച്ചിട്ട് വാം സർഫസ് അതിൽ നിന്ന് ഒബ്റ്റെയിൻ ചെയ്യുന്ന വാട്ടറിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, നന്നായിട്ട് വാം ചെയ്യുന്നു. അപ്പോൾ അങ്ങനെ സ്റ്റീം ഉണ്ടാവുന്നു അല്ലേ. പക്ഷേ ഫ്ലാഷ് ഇവാപ്പറേറ്ററിൽ ഡിസോൾഡ് നോൺ കണ്ടൻസബിൾ ഗ്യാസസ് ഉണ്ടാവും. അതിനെ നമ്മൾ എന്ത് ചെയ്യണം, ഡയറേറ്റർ ഉപയോഗിച്ചുകൊണ്ട് റിമൂവ് ചെയ്യണം. എന്തിനു വേണ്ടിയിട്ടാണ്? ഇവാപ്പറേറ്ററിനകത്ത് പ്രഷർ ലോ ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ. ഓക്കെ, പിന്നെ നോക്കുക, ലോ പ്രഷറിൽ ഇങ്ങനെ ഉണ്ടാവുന്ന സ്റ്റീം, ഈ ഫ്ലാഷ് ഇവാപ്പറേറ്ററിൽ നിന്നുള്ള സ്റ്റീം നേരെ നമ്മളൊരു ടർബൈനിലേക്ക് പറഞ്ഞയക്കും. ടർബൈനെ ഡ്രൈവ് ചെയ്യും. ടർബൈൻ എന്ന് പറയുമ്പോൾ ജലചക്രം അല്ലെ, ഇങ്ങനെ കറങ്ങുന്ന സാധനമാണ്. ആ സാധനത്തിൻ്റെ സഹായത്തോട് കൂടിയിട്ട് അതിൽ നിന്നുണ്ടാവുന്ന മെക്കാനിക്കൽ എനർജിയാണ് നമ്മൾ ജനറേറ്റർ ഉപയോഗിച്ചുകൊണ്ട് ഇലക്ട്രിസിറ്റി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നത് അല്ലേ. ദ സ്റ്റീം പ്രൊഡ്യൂസ് ദറ്റ് ലോ പ്രഷർ ഡ്രൈവ്സ് ദ ടർബൈൻ വിച്ച് ഈസ് കണക്റ്റഡ് ടു ദ ജനറേറ്റർ. ജനറേറ്ററുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള ഒരു ടർബൈൻ, ആ ടർബൈനെ നമുക്ക് ഈ ലോ പ്രഷറിൽ നമ്മുടെ ഫ്ലാഷ് ഇവാപ്പറേറ്ററിൽ നിന്നുണ്ടായ സ്റ്റീം ഉപയോഗിച്ചുകൊണ്ട് ഡ്രൈവ് ചെയ്യാൻ അല്ലേ, പ്രവർത്തിപ്പിക്കാൻ സാധിക്കും. അങ്ങനെ ജനറേറ്റർ പ്രവർത്തിപ്പിക്കും, പിന്നെ ആദ്യം ടർബൈൻ പ്രവർത്തിപ്പിക്കും, ജനറേറ്റർ പ്രവർത്തിപ്പിക്കും, ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യും. ഇതാണ് നമ്മുടെ ഓഷ്യൻ തെർമൽ എനർജി കൺവേർഷൻ സിസ്റ്റത്തിൽ ഇങ്ങനെയാണ് ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഓപ്പൺ സൈക്കിൾ അനുസരിച്ചിട്ട്, ക്ലോസ്ഡ് സൈക്കിൾ അനുസരിച്ചിട്ട് ഈ രീതിയിലാണ് ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ പിന്നെ സ്റ്റീം ഉണ്ടാവുന്നുണ്ട് അല്ലേ. ആ സ്റ്റീം അതിൽ നിന്ന് അപ്പോൾ ഈ ഒരു ഓപ്പൺ സൈക്കിൾ ഒട്ടെക് സിസ്റ്റത്തിൽ നിന്ന് കുറേ സ്റ്റീം എക്സ്ഹോസ്റ്റ് ചെയ്യും. സ്റ്റീം ഇങ്ങനെ പുറത്തേക്ക് വരുന്നുണ്ട്. ആ സ്റ്റീമിനെ നമ്മൾ എന്ത് ചെയ്യും, ഡീപ്പ് കോൾഡ് വാട്ടർ ഉപയോഗിച്ചുകൊണ്ട് കണ്ടൻസ് ചെയ്യും, സാന്ദ്രീകരിക്കും. അതായത് നമ്മുടെ കടലിൻ്റെ അടിയിൽ നിന്ന് വരുന്ന തണുത്ത വെള്ളം അല്ലേ, ആ വെള്ളം ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യുകയാണ്, ഇതിനെ നമ്മൾ സാന്ദ്രീകരിക്കുകയാണ്, കണ്ടൻസ് ചെയ്യിപ്പിക്കുകയാണ്. അങ്ങനെ കണ്ടൻസ് ചെയ്യിപ്പിക്കുമ്പോൾ അവിടെ എന്തുണ്ടാവും, വെള്ളം ഉണ്ടാവും അല്ലേ. ആ വെള്ളത്തിൻ്റെ പ്രത്യേകത എന്താണ്, ഡിസാലിനേറ്റഡ് വാട്ടർ ആണ് അല്ലേ. ദിസ് കണ്ടൻസ്ഡ് വാട്ടർ ക്യാൻ ബി യൂസ്ഡ് ആസ് ഡിസാലിനേറ്റഡ് വാട്ടർ. ഈ വാട്ടറിന് നമുക്ക് ഉപ്പൊന്നുമില്ലാത്ത അല്ലെ നല്ല ശുദ്ധജലമായിട്ട് അല്ലെ, ശുദ്ധജലത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇത്രയുമാണ് ഓപ്പൺ സൈക്കിൾ ഒട്ടെക് സിസ്റ്റത്തിനെ കുറിച്ചിട്ട് പറയാനുള്ളത്. ഓക്കെ, ഇനി അതിൻ്റെ ഒരു സ്കിമാറ്റിക് ഡയഗ്രാം ഉണ്ട്, അതൊന്ന് നോക്കാം. അതിൽ നമുക്ക് ഈ ഭാഗങ്ങളെല്ലാം തന്നെ കാണാൻ സാധിക്കും. സ്കിമാറ്റിക് ഡയഗ്രാം ഓഫ് ഒട്ടെക് ഓപ്പൺ സൈക്കിൾ നമുക്ക് സ്ക്രീനിൽ കാണാം. അപ്പോൾ ഇവിടെ നോക്കുക, വാം സർഫസ് വാട്ടർ ഫ്ലാഷ് ഇവാപ്പറേറ്ററിൽ പോകുന്നുണ്ട്. ഫ്ലാഷ് ഇവാപ്പറേറ്റർ അവിടെ കാണിച്ചിട്ടുണ്ട്. അവിടെയാണ് നന്നായിട്ട് വേപ്പറൈസ് ചെയ്തിട്ട് വേപ്പർ ഉണ്ടാവുന്നത് അല്ലേ. ആ വേപ്പറിൽ ആ ഫ്ലാഷ് ഇവാപ്പറേറ്ററിൽ നിന്നുള്ള ഡിസോൾഡ് നോൺ കണ്ടൻസ്ഡ് ഗ്യാസ് ഡയറേറ്റർ എന്ന് പറയുന്നൊരു സംഗതി അവിടെ കാണാം. ആ ഡയറേറ്റർ പിന്നെ പുറമേക്ക് കളയുന്നതായിട്ട് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. അത് പ്രഷർ കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ്, ഫ്ലാഷ് ഇവാപ്പറേറ്ററിലെ പ്രഷർ കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ്.
ആ ലോ പ്രഷർ സ്റ്റീം ടർബൈനിലേക്ക് പോകുന്നതും അതുപയോഗിച്ചുകൊണ്ട് ജനറേറ്റർ ഓപ്പറേറ്റ് ചെയ്യുന്നതും അവിടെ കാണാം അല്ലേ. ടർബൈനിലേക്കാണ് നേരെ ലോ പ്രഷർ സ്റ്റീം പോകുന്നത് ഫ്ലാഷ് ഇവാപ്പറേറ്ററിൽ നിന്ന്. ടർബൈൻ പ്രവർത്തിക്കുന്നു, അസോസിയേറ്റഡ് ആയിട്ടുള്ള ജനറേറ്റർ പ്രവർത്തിച്ചിട്ട് ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നു. അതേസമയം തന്നെ ടർബൈനുമായിട്ട് അസോസിയേറ്റഡ് ആയിട്ടുള്ള ഒരു ഡയറക്റ്റ് കോണ്ടാക്റ്റ് കണ്ടൻസർ അല്ലേ, ആ കണ്ടൻസറിൽ വെച്ചിട്ട് പിന്നെ ഹൈ പ്രഷറായിട്ടുള്ള സ്റ്റീം അല്ലേ, ആ എക്സ്ഹോസ്റ്റ് സ്റ്റീം അത് കണ്ടൻസ് ചെയ്യപ്പെടുന്നതും തിരിച്ച് കോൾഡ് വാട്ടർ ഡിസ്ചാർജിലേക്ക് പോകുന്നതും ഒക്കെ കാണാം, അല്ലെങ്കിൽ ഡിസാലിനേറ്റഡ് വാട്ടറായിട്ട് അത് ഉപയോഗിക്കുകയും ചെയ്യാം. അപ്പോൾ ഇതാണ് സ്കീമാറ്റിക് ഡയഗ്രം ഓഫ് ഓപ്പൺ സൈക്കിൾ. അടുത്തതായിട്ട് ക്ലോസ്ഡ് സൈക്കിൾ ഒട്ടക് സിസ്റ്റം, ആൻഡേഴ്സൺ സൈക്കിൾ എന്നാണ് അറിയപ്പെടുന്നത്. ഓപ്പൺ സൈക്കിൾ ഒട്ടക് സിസ്റ്റം നമ്മൾ കണ്ടു, അതിൽ നിന്ന് ചെറിയ വ്യത്യാസങ്ങളാണ് ക്ലോസ്ഡ് സൈക്കിൾ ഒട്ടക് സിസ്റ്റത്തിനുള്ളൂ. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു വ്യത്യാസം, അവിടെ നമ്മൾ സീ വാട്ടർ ആയിരുന്നു വർക്കിംഗ് ഫ്ലൂയിഡായിട്ട് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇവിടെ സീ വാട്ടർ അല്ല, ലോ ബോയിലിംഗ് പോയിൻ്റുള്ള അമോണിയ, പ്രൊപ്പെയിൻ പോലുള്ള ലിക്വിഡ്സ് ആണ് നമ്മൾ വർക്കിംഗ് ഫ്ലൂയിഡായിട്ട് ഉപയോഗിക്കുന്നത്. ഹിയർ വർക്കിംഗ് ഫ്ലൂയിഡ്സ് ആർ ലോ ബോയിലിംഗ് പോയിൻ്റ് ലിക്വിഡ്സ് സച്ച് ആസ് പ്രൊപ്പെയിൻ, അമോണിയ എക്സെട്ര. കൂടുതലായിട്ട് അമോണിയയാണ് ഉപയോഗിക്കാറുള്ളത്. ഇവിടെ നമ്മുടെ സീയുടെ സർഫസ് നല്ല വാമാണ്, നല്ല ഹീറ്റഡ് ആണ് അല്ലേ. അതിൽ നിന്നുള്ള ഹീറ്റിനെ ഈ വർക്കിംഗ് ഫ്ലൂയിഡിലേക്ക് എക്സ്ചേഞ്ച് ചെയ്യാൻ ഒരു ഹീറ്റ് എക്സ്ചേഞ്ചർ ഉപയോഗിക്കുന്നുണ്ട്. മറ്റോടത്ത് അതിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല, കാരണം സീ വാട്ടർ ഡയറക്റ്റ് ആയിട്ട് വർക്കിംഗ് ഫ്ലൂയിഡായിട്ട് നമ്മൾ ഉപയോഗിക്കുകയായിരുന്നു. ഇവിടെ അങ്ങനെയല്ല, ഈ സർഫസ് ഓഫ് ദ സീയിൽ നിന്ന് ഈ ഹീറ്റിനെ നമ്മുടെ വർക്കിംഗ് ഫ്ലൂയിഡായിട്ട് ഉപയോഗിക്കുന്ന അമോണിയയിലേക്ക്, പ്രൊപ്പെയിനിലേക്ക് എക്സ്ചേഞ്ച് ചെയ്യാൻ ഒരു ഹീറ്റ് എക്സ്ചേഞ്ചർ ഉപയോഗിക്കുന്നു. അങ്ങനെ ഇവിടെ ഇത് ബോയിൽ ചെയ്യുന്നു, വേപ്പർ ഉണ്ടാവുന്നു. ഈ വേപ്പർ ഹൈ പ്രഷർ ആയിരിക്കും. മറ്റോടത്ത് ലോ പ്രഷർ ആയിരുന്നു വേപ്പറിനുണ്ടായിരുന്നത്. എവിടെ? നമ്മുടെ ഓപ്പൺ സൈക്കിൾ ഒട്ടക് സിസ്റ്റത്തിൽ സീ വാട്ടർ വാമായിട്ടുണ്ടാവുന്ന ആ ഒരു വേപ്പറിന് ലോ പ്രഷറായിരുന്നു ഫ്ലാഷ് ഇവാപ്പറേറ്ററിൽ ഉണ്ടായിരുന്നത് അല്ലേ. പക്ഷെ ഇവിടെ ഹൈ പ്രഷർ ആയിട്ടുള്ള വേപ്പറാണ് ഉണ്ടാവുന്നത്. എന്തായാലും ഈ ഹൈ പ്രഷർ വേപ്പർ ഉപയോഗിച്ചുകൊണ്ട് നമ്മളൊരു ടർബൈനെ പ്രവർത്തിപ്പിക്കുന്നു. ആ ടർബൈനെ ജനറേറ്ററിനെ പ്രവർത്തിപ്പിച്ചിട്ട് അവിടെ ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ആൻഡേഴ്സൺ സൈക്കിളിൽ അങ്ങനെയാണ് സംഭവിക്കുന്നത്. ഇവിടെ എക്സ്ഹോസ്റ്റ് ലോ പ്രഷർ വേപ്പർ ഇവിടെയും ഉണ്ടാവുന്നുണ്ട്. ലോ പ്രഷർ ആയിരിക്കും എക്സോസ്റ്റ് വേപ്പർ, ലോ പ്രഷർ ആയിരിക്കും. ഹൈ പ്രഷർ ആയിട്ടുള്ള വേപ്പറാണ് നമ്മൾ ടർബൈനെ ഡ്രൈവ് ചെയ്യാൻ ഉപയോഗിക്കുന്നത്. എക്സ്ഹോസ്റ്റ് പുറമേ വരുന്ന അല്ലെ, ഈ ഒരു സിസ്റ്റത്തിൽ നിന്ന് പുറമേ വരുന്ന എക്സോസ്റ്റ് വേപ്പർ ലോ പ്രഷർ ഉള്ളതായിരിക്കും. ആ ലോ പ്രഷർ വേപ്പറിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഡീപ്പിൽ നിന്നുള്ള അല്ലെ, അതായത് കടലിൻ്റെ ആഴത്തിൽ നിന്നുള്ള കൂളർ വാട്ടർ ഉപയോഗിച്ചുകൊണ്ട് കണ്ടൻസ് ചെയ്യിപ്പിക്കുന്നു. ഓക്കെ, ആ കണ്ടൻസ്ഡ് വേപ്പറിനെ നമുക്ക് സീയിലേക്ക് തന്നെ തിരിച്ച് പറഞ്ഞയക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ഈ ഒരു രീതിയാണ് നമ്മൾ ക്ലോസ്ഡ് സൈക്കിൾ ഒട്ടക് സിസ്റ്റത്തിൽ അഥവാ ആൻഡേഴ്സൺ സൈക്കിളിൽ നമ്മൾ പ്രയോജനപ്പെടുത്തുന്നത്. ഓക്കെ, നോക്കുക. ലോ ബോയിലിംഗ് പോയിന്റ് ലിക്വിഡ് സച്ച് ആസ് അമോണിയ, പ്രൊപ്പെയിൻ എക്സെട്ര ആർ യൂസ്ഡ് ആസ് വർക്കിംഗ് ഫ്ലൂയിഡ്. ഇവിടെ വർക്കിംഗ് ഫ്ലൂയിഡ് ആയിട്ട് ഉപയോഗിക്കുന്നത് ബോയിലിംഗ് പോയിന്റ് കുറഞ്ഞ, ബോയിലിംഗ് പോയിന്റ് എന്താണെന്നൊക്കെ അറിയാലോ, ഒരു ലിക്വിഡ് ഗ്യാസ് ആയിട്ട് മാറുന്ന ആ ഒരു ടെമ്പറേച്ചറാണ് ബോയിലിംഗ് പോയിന്റ്. ഇപ്പോൾ വാട്ടറിൻ്റെ ആണെങ്കിൽ 100 ഡിഗ്രി സെൽഷ്യസ് ആണ് അല്ലേ. അപ്പോൾ വാട്ടറിനേക്കാളൊക്കെ വളരെ കുറഞ്ഞ ബോയിലിംഗ് പോയിന്റുള്ള അമോണിയ, പ്രൊപ്പെയിൻ പോലുള്ള ആളുകളെയാണ് ഇവിടെ നമ്മൾ വർക്കിംഗ് ഫ്ലൂയിഡായിട്ട് ഉപയോഗിക്കുന്നത്. പ്രത്യേകം ശ്രദ്ധിക്കുക, ഓപ്പൺ സൈക്കിൾ ഒട്ടക് സിസ്റ്റത്തിൽ സീ വാട്ടർ ആയിരുന്നു നമ്മൾ വർക്കിംഗ് ഫ്ലൂയിഡായിട്ട് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത്. ഓക്കെ, ഹീറ്റ് എക്സ്ചേഞ്ചർ ട്രാൻസ്ഫർ ദ ഹീറ്റ് ഫ്രം ഓഷ്യൻ സർഫസ് ടു വർക്കിംഗ് ഫ്ലൂയിഡ്. ഓഷ്യൻ സർഫസ് നല്ല ഹീറ്റഡ് ആണ്, അവിടെ നിന്നുള്ള ഹീറ്റിനെ ഈ വർക്കിംഗ് ഫ്ലൂയിഡിലേക്ക് എക്സ്ചേഞ്ച് ചെയ്യുന്നത് ഒരു ഹീറ്റ് എക്സ്ചേഞ്ചർ എന്ന് പറയുന്ന ഒരു സംഗതിയാണ്. ദ വർക്കിംഗ് ഫ്ലൂയിഡ് ഈസ് വേപ്പറൈസ്ഡ്. അങ്ങനെ വർക്കിംഗ് ഫ്ലൂയിഡ് വേപ്പറൈസ് ചെയ്യുകയാണ്. ലോ ബോയിലിംഗ് പോയിന്റ് ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ വേപ്പറൈസ് ചെയ്യും. ചെറിയൊരു ടെമ്പറേച്ചർ മതി അല്ലേ, പെട്ടെന്ന് തന്നെ അത് ഗ്യാസ് സ്റ്റേറ്റിലേക്ക് മാറും. ദ ഓപ്പറേറ്റിംഗ് പ്രഷർ ഓഫ് വർക്കിംഗ് ഫ്ലൂയിഡ് ഈസ് മച്ച് ഹയർ ദാൻ ഓപ്പൺ സൈക്കിൾ സിസ്റ്റം അല്ലേ. ഓപ്പൺ സൈക്കിൾ സിസ്റ്റം നമ്മൾ കണ്ടു, അവിടെ പ്രഷർ വളരെ കുറവായിരുന്നു അല്ലേ, ലോ പ്രഷറിലാണ് ഈ വേപ്പറൈസേഷൻ ഒക്കെ നടന്നത്. പക്ഷേ ഇവിടെ ഓപ്പറേറ്റിംഗ് പ്രഷർ ഓഫ് വർക്കിംഗ് ഫ്ലൂയിഡ് എന്ന് പറയുന്നത് വളരെ ഹയർ ആണ്. മറ്റേ ഓപ്പൺ സൈക്കിൾ സിസ്റ്റത്തിനേക്കാളും ആ ഒരു പ്രഷർ എന്ന് പറയുന്നത് ഇവിടെ ഹൈ ആണ് എന്നുള്ളത് മനസ്സിലാക്കുക. ദ ഹൈ പ്രഷർ വേപ്പർ ഡ്രൈവ്സ് ദ ടർബൈൻ വിച്ച് ഈസ് കണക്റ്റഡ് ടു ദ ഇലക്ട്രിക് ജനറേറ്റർ. ഈ ഹൈ പ്രഷർ വേപ്പർ ഉപയോഗിച്ചുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, ടർബൈനെ ഡ്രൈവ് ചെയ്യുകയും അതിനുമായിട്ട് അസോസിയേറ്റഡ് ആയിട്ട് കണക്ട് ചെയ്ത ഇലക്ട്രിക് ജനറേറ്ററിനെ പ്രവർത്തിപ്പിച്ചിട്ട് ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യുകയും ചെയ്യുന്നത്. എന്തായാലും എക്സോസ്റ്റ് പ്രഷർ എന്ന് പറയുന്നത് ലോ പ്രഷർ ആയിരിക്കും. ഓക്കെ, എക്സോസ്റ്റ് വേപ്പറിൻ്റെ പ്രഷർ എന്ന് പറയുന്നത് ലോ പ്രഷർ ആയിരിക്കും അല്ലേ. ആ ലോ പ്രഷർ വേപ്പർ എക്സ്ഹോസ്റ്റ് ഫ്രം ദ ടർബൈൻ ഈസ് കൂൾഡ് ആൻഡ് കൺവേർട്ടഡ് ബാക്ക് ടു ദ ലിക്വിഡ് ബൈ യൂസിങ് ദ ഡീപ്പ് കോൾഡ് ഓഷ്യൻ വാട്ടർ അല്ലേ. അങ്ങനെ ഈ ഒരു സിസ്റ്റത്തിൽ നിന്ന് പുറമേക്ക് വരുന്ന എക്സ്ഹോസ്റ്റ് വേപ്പർ ലോ പ്രഷർ ഉള്ളതായിരിക്കും. അത് നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മുടെ കടലിൻ്റെ ഡീപ്പർ റീജിയൻസിൽ നിന്ന് നമ്മൾ എടുക്കുന്ന കൂളർ വാട്ടർ ഉപയോഗിച്ചുകൊണ്ട് കണ്ടൻസ് ചെയ്യിപ്പിക്കുകയും തിരിച്ച് നമ്മുടെ ആ ഒരു കടലിലേക്ക് തന്നെ പറഞ്ഞയക്കുകയും ചെയ്യും. ഓക്കെ, അപ്പോൾ ഇതാണ്
ക്ലോസ്ഡ് സൈക്കിൾ ഒട്ടെക് സിസ്റ്റം അഥവാ ആൻഡേഴ്സൺ സൈക്കിൾ പറയാനുള്ളത്. ഇനി ഇതിൻ്റെയും ഒരു സ്കിമാറ്റിക് ഡയഗ്രാം ഉണ്ട്, അത് നമുക്കൊന്ന് നോക്കാം. ഇവിടെ നോക്കുക, സർഫസ് വാട്ടർ ഡിസ്ചാർജ് എന്ന് പറയുന്നൊരു ഭാഗം കാണാം. അവിടെ വാം സർഫസ് വാട്ടർ ഒരു പമ്പ് ഉപയോഗിച്ചുകൊണ്ട് ആ സർഫസ് വാട്ടർ ഡിസ്ചാർജിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. അവിടെ വെച്ചിട്ടാണ് ഹീറ്റ് എക്സ്ചേഞ്ചർ ആ വാം സർഫസ് വാട്ടറിൽ നിന്നുള്ള ഹീറ്റ് വർക്കിംഗ് ഫ്ലൂയിഡായിട്ടുള്ള അമോണിയ അല്ലെങ്കിൽ പ്രൊപ്പൈനിലേക്ക് കൊടുക്കുന്നത്. അങ്ങനെ അത് ആ സർഫസ് വാട്ടർ ഡിസ്ചാർജിൽ ആ ഇവാപ്പറേറ്റർ അല്ലെങ്കിൽ ബോയിലറിൽ വെച്ചിട്ട് നന്നായിട്ട് ബോയിൽ ചെയ്യുന്നു, വേപ്പർ ഉണ്ടാവുന്നു. ആ സെക്കൻഡറി വേപ്പറാണ് ടർബൈനിലേക്ക് പോകുന്നു. ടർബൈൻ പ്രവർത്തിച്ചിട്ട് ജനറേറ്റർ പ്രവർത്തിക്കുന്നു, ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യുന്നു. അസോസിയേറ്റഡ് ആയിട്ടൊരു സർഫസ് കണ്ടൻസർ ഉപയോഗിക്കുന്നുണ്ട്. ആ കണ്ടൻസറാണ് ആ എക്സസ് ആയിട്ടുള്ള അല്ലെങ്കിൽ ആ എക്സോസ്റ്റ് വേപ്പറിനെ കണ്ടൻസ് ചെയ്യിപ്പിച്ചിട്ട് വാട്ടറിലേക്ക് തന്നെ ഡിസ്ചാർജ് ചെയ്യുന്നത്. മനസ്സിലായല്ലോ? അപ്പോൾ ഇവിടെ നോക്കുക, സെക്കൻഡറി ഫ്ലൂയിഡ് അല്ലേ, ആ ഒരു സെക്കൻഡറി ഫ്ലൂയിഡ് അമോണിയ അതിൻ്റെ വേപ്പറാണ് നമ്മളിവിടെ യൂട്ടിലൈസ് ചെയ്യുന്നത്. ഓക്കെ, അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ഒട്ടക്ക് ഓപ്പൺ സൈക്കിളുമായിട്ട് ഇതിനുള്ള വ്യത്യാസം. ഒട്ടക്ക് ഓപ്പൺ സൈക്കിളിൽ നമ്മൾ സീ വാട്ടർ തന്നെയാണ് വർക്കിംഗ് ഫ്ലൂയിഡായിട്ട് ഉപയോഗിച്ചത്. പക്ഷേ ഇവിടെ ഒട്ടക്ക് ക്ലോസ്ഡ് സൈക്കിളിൽ അമോണിയ പ്രൊപ്പെയിൻ പോലുള്ള ലിക്വിഡ്സാണ്, നമ്മൾ ലോ ബോയിലിംഗ് പോയിൻ്റുള്ള ലിക്വിഡ്സാണ് ഇവിടെ നമ്മൾ വർക്കിംഗ് ഫ്ലൂയിഡായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ ആ ഡിഫറൻസ് ഒരിക്കലും മറക്കരുത്. അതുകൊണ്ട് തന്നെയാണ് ഇവിടെ ഹീറ്റ് എക്സ്ചേഞ്ചർ എന്ന് പറയുന്ന ഒരു സംഗതിയുടെ ആവശ്യവും. ഓക്കെ, അപ്പോൾ അതാണ് സ്കിമാറ്റിക് ഡയഗ്രാം ഓഫ് ഒട്ടക് ക്ലോസ്ഡ് സൈക്കിൾ. ക്ലോസ്ഡ് സൈക്കിൾ ഒട്ടെക് സിസ്റ്റത്തിൻ്റെ അഥവാ ആൻഡേഴ്സൺ സൈക്കിളിൽ നമ്മൾ പ്രയോജനപ്പെടുത്തുന്ന പ്രധാനപ്പെട്ട ഒരു സംവിധാനമാണ് ഹീറ്റ് എക്സ്ചേഞ്ചർ. ഹീറ്റ് എക്സ്ചേഞ്ചർ നമ്മൾ പറഞ്ഞു, വാട്ടർ സർഫസിൽ നിന്ന് സീ വാട്ടർ സർഫസിൽ നിന്ന് ഹീറ്റിനെ വർക്കിംഗ് ഫ്ലൂയിഡ് ആയിട്ടുള്ള അമോണിയയിലേക്ക് അല്ലെങ്കിൽ പ്രൊപ്പെയിനിലേക്ക് എക്സ്ചേഞ്ച് ചെയ്യുക എന്നുള്ളൊരു ഫംഗ്ഷനാണ് ഹീറ്റ് എക്സ്ചേഞ്ചർ നിർവഹിക്കുന്നത്. അപ്പോൾ ഹീറ്റ് എക്സ്ചേഞ്ചറായിട്ട് നമ്മൾ സാധാരണയായിട്ട് നമ്മൾ ഹീറ്റ് എക്സ്ചേഞ്ചറായിട്ട് ഉപയോഗിക്കാറുള്ളത് ഹൈ തെർമൽ കണ്ടക്ടിവിറ്റി ഉള്ള അല്ലെ, നന്നായിട്ട് ഹീറ്റിനെ കണ്ടക്ട് ചെയ്യുന്ന ടൈറ്റാനിയം, അതുപോലെ കോപ്പർ, നിക്കൽ പോലുള്ള മെറ്റീരിയൽസൊക്കെയാണ്. നല്ല തെർമൽ കണ്ടക്ടിവിറ്റി ഉണ്ടെന്ന് മാത്രമല്ല, കൊറോഷൻ അല്ലെ, തുരുമ്പിക്കൽ അല്ലെങ്കിൽ ലോഹനാശനം കുറഞ്ഞ മെറ്റീരിയൽസാണ് ഇതൊക്കെ. ഓക്കെ, അങ്ങനെയുള്ളതാണ് നമ്മൾ സാധാരണയായിട്ട് ഉപയോഗിക്കാറുള്ളത്. നോക്കുക, ജസ്റ്റ് ഒന്ന് ശ്രദ്ധിക്കണം, ഹീറ്റ് എക്സ്ചേഞ്ചർ ഇമ്പോർട്ടൻ്റ് ആണ്. ഹീറ്റ് എക്സ്ചേഞ്ചേഴ്സ് ആർ യൂസ്ഡ് ടു ട്രാൻസ്ഫർ ഹീറ്റ് ഫ്രം സീ വാട്ടർ ടു വർക്കിംഗ് ഫ്ലൂയിഡ് ആൻഡ് വൈസ് വേഴ്സ. ക്ലോസ്ഡ് സൈക്കിൾ ഒട്ടെക് സിസ്റ്റത്തിനകത്ത് ഹീറ്റിനെ സീ വാട്ടർ സർഫസിൽ നിന്ന് വർക്കിംഗ് ഫ്ലൂയിഡിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുക, തിരിച്ചും അങ്ങനെ. പിന്നെ ഈ വർക്കിംഗ് ഫ്ലൂയിഡിൽ നിന്ന് തിരിച്ച് ഹീറ്റിനെ സീ വാട്ടർ സർഫസിലേക്കും ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ട്. അതിനൊക്കെ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു സംവിധാനമാണ് ഹീറ്റ് എക്സ്ചേഞ്ചർ. ദ മെറ്റീരിയൽ വിത്ത് ഹൈ തെർമൽ കണ്ടക്ടിവിറ്റി ആൻഡ് ഹാവിംഗ് റെസിസ്റ്റൻസ് ടു കൊറോഷൻ ആൻഡ് ഇറോഷൻ ആർ യൂസ്ഡ് ആസ് ഹീറ്റ് എക്സ്ചേഞ്ചർ. നല്ല തെർമൽ കണ്ടക്ടിവിറ്റി ഉള്ള, താപചാലകതയുള്ള, എന്നാൽ കൊറോഷൻ ഇറോഷൻ പോലുള്ള ലോഹനാശനം, തുരുമ്പിക്കൽ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളിൽ നിന്നൊക്കെ ഫ്രീ ആയിട്ടുള്ള, അതൊക്കെ കുറഞ്ഞ മെറ്റീരിയൽസാണ് സാധാരണയായിട്ട് ഹീറ്റ് എക്സ്ചേഞ്ചറായിട്ട് ഉപയോഗിക്കാറുള്ളത്. ഹീറ്റ് എക്സ്ചേഞ്ചേഴ്സ് ആർ മെയ്ഡ് ഓഫ് ടൈറ്റാനിയം, അലുമിനിയം, കോപ്പർ, നിക്കൽ ആൻഡ് ഗ്രാഫൈറ്റ് ഫിൽഡ് പ്ലാസ്റ്റിക്സ്. ഹീറ്റ് എക്സ്ചേഞ്ചറായിട്ട് സാധാരണ നമ്മൾ ഹീറ്റ് എക്സ്ചേഞ്ചർ നിർമ്മിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാറുള്ളത് ടൈറ്റാനിയം, അലുമിനിയം, കോപ്പർ, നിക്കൽ, ഗ്രാഫൈറ്റ് ഫിൽഡ് പ്ലാസ്റ്റിക്, ഗ്രാഫൈറ്റ് നിറച്ച പ്ലാസ്റ്റിക്, ഇതൊക്കെയാണ് സാധാരണയായിട്ട് ഉപയോഗിക്കാറുള്ളത്. ഇവയൊക്കെ ഈ ഒരു സവിശേഷതകളുള്ളതാണ്. ഹൈ തെർമൽ കണ്ടക്ടിവിറ്റി ഉള്ളതാണ്, കൊറോഷൻ ഫ്രീ ആണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയുള്ള സാധനങ്ങളാണ് ഹീറ്റ് എക്സ്ചേഞ്ചറായിട്ട് നമ്മൾ സാധാരണയായിട്ട് ഉപയോഗിക്കാറുള്ളത്. അപ്പോൾ ഹീറ്റ് എക്സ്ചേഞ്ചർ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പാർട്ടാണ്. ഓപ്പൺ തെർമൽ എനർജി കൺവേർഷൻ സിസ്റ്റം ഒട്ടെക് സിസ്റ്റത്തിന് ചില ഡിസഡ്വാൻറ്റേജസ് ഒക്കെ ഉണ്ട്. അപ്പോൾ എന്തൊക്കെയാണ് ഡിസഡ്വാൻറ്റേജസ് എന്ന് നോക്കാം. ഒന്നാമത്തെ ഡിസഡ്വാൻറ്റേജ് നോക്കുക, ആപ്ലിക്കബിൾ ഓൺലി അറ്റ് ദ സൈഡ്സ് വേർ സിഗ്നിഫിക്കൻറ്റ് ടെമ്പറേച്ചർ ഡിഫറൻസ് ബിറ്റ്വീൻ ദ സർഫസ് വാട്ടർ ആൻഡ് വാട്ടർ ബിലോ 1 കിലോമീറ്റർ. അതായത് നമ്മൾ പറഞ്ഞു, സീ സർഫസിലുള്ള വാട്ടറിൻ്റെയും ഡീപ്പർ റീജിയൻസിലുള്ള വാട്ടറിൻ്റെയും ടെമ്പറേച്ചർ ഡിഫറൻസ് പ്രയോജനപ്പെടുത്തിക്കൊണ്ടാണ് ഒട്ടെക് സിസ്റ്റംസ് വർക്ക് ചെയ്യുന്നത് എന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ ഇവിടെ സീ വാട്ടർ സർഫസ്, അതുപോലെ തന്നെ ആ സർഫസിൽ നിന്ന് 1 കിലോമീറ്റർ താഴെയുള്ള റീജിയൻ, ഇത് തമ്മിലൊരു സിഗ്നിഫിക്കൻ്റ് ടെമ്പറേച്ചർ ഡിഫറൻസ് ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് ഈ ഒരു ഒട്ടെക് സിസ്റ്റം പ്രയോജനപ്പെടുത്താൻ സാധിക്കുള്ളൂ. ഓക്കെ, അതാണ് പറയുന്നത്. ഓക്കെ, ആപ്ലിക്കബിൾ ഓൺലി അറ്റ് ദ സൈറ്റ്സ് വേർ സിഗ്നിഫിക്കൻറ്റ് ടെമ്പറേച്ചർ ഡിഫറൻസ് ബിറ്റ്വീൻ ദ സർഫസ് വാട്ടർ ആൻഡ് വാട്ടർ ബിലോ 1 കിലോമീറ്റർ. സീ വാട്ടർ സർഫസ് 1 കിലോമീറ്റർ താഴെയുള്ള റീജിയൻ, അവയ്ക്കിടയിലൊരു
സിഗ്നിഫിക്കൻറ്റ് നല്ല ഒരു അല്ലെ അത്യാവശ്യം നല്ല ഒരു അളവ് ടെമ്പറേച്ചർ ഡിഫറൻസ് ഉണ്ടെങ്കിൽ മാത്രമാണ് അത്തരം സൈറ്റുകളിൽ മാത്രമാണ് നമുക്ക് ഒട്ടക് സിസ്റ്റം പ്രവർത്തിപ്പിക്കാൻ കഴിയുന്നുള്ളൂ എന്നുള്ളതാണ്. ഇറ്റ് ക്യാൻ ബി കൺസ്ട്രക്റ്റഡ് 10 to 30 കിലോമീറ്റർ അവേ ഫ്രം ദ ഷോർ. കടൽ തീരത്തിൽ നിന്ന് ഏകദേശം 10 കിലോമീറ്റർ മുതൽ 30 കിലോമീറ്റർ അകലെ മാത്രമാണ് ഇത് സ്ഥാപിക്കാൻ സാധിക്കുള്ളൂ. അപ്പോൾ അവിടെ അങ്ങനെ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ കുറച്ച് കോസ്റ്റൊക്കെ കൂടും അല്ലേ, കുറച്ച് ഡിഫിക്കൽട്ടീസൊക്കെ ഉണ്ടാവും. അതായത് കടൽ തീരത്ത് നിന്ന് പിന്നെയും 10-30 കിലോമീറ്റർ ഉള്ളിലേക്ക് പോയിട്ടുള്ള ഉൾക്കടലിൽ ആണ് നമ്മളിത് ഉണ്ടാക്കുന്നത്. പിന്നെ മേ അഫക്റ്റ് അഡ്വേഴ്സ്ലി ദ അക്വാട്ടിക് ഓർഗാനിസംസ് അല്ലേ, അതായത് കടലിൽ ഒരുപാട് ഓർഗാനിസംസ് മത്സ്യങ്ങളുണ്ട്, മറ്റ് പല ജീവജാലങ്ങളുണ്ട്, അതിനൊക്കെ ഇത് ദോഷകരമായിട്ട് ബാധിക്കും അല്ലേ. ഇങ്ങനൊരു സംഭവം വന്നു കഴിഞ്ഞാൽ ഒരുപാട് പൊല്യൂഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത് വഴി ഓർഗാനിസത്തിനൊക്കെ ഇത് ദോഷകരമായിട്ട് ബാധിക്കുമെന്നുള്ളതാണ്. പിന്നെ എഫിഷ്യൻസി ഈസ് വെരി മച്ച് ലോ. എഫിഷ്യൻസി വളരെ കുറവാണ്, അതായത് ഇതിൽ നിന്ന് നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യാൻ സാധിക്കുന്ന എനർജി വളരെ കുറവാണ് എന്നുള്ളതാണ്. കുറച്ച് എനർജി മാത്രം, ഒരുപാട് വാട്ടർ അല്ലെ, ഒരുപാട് ഏരിയ ഓഫ് സീയിൽ നിന്ന് നമുക്ക് കുറച്ച് എനർജി മാത്രമാണ് ഒബ്റ്റെയിൻ ചെയ്യാൻ സാധിക്കുന്നുള്ളൂ. ബയോ ഫൗളിംഗ് ആൾസോ റെഡ്യൂസ് ദ എഫിഷ്യൻസി. എഫിഷ്യൻസി കുറയാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം ബയോ ഫൗളിംഗ് ആണ്. എന്താണ് ഈ ബയോ ഫൗളിംഗ്? നമുക്കറിയാം, നമ്മൾ രണ്ട് ഓപ്പൺ ഒട്ടക് സിസ്റ്റം ആയിക്കോട്ടെ, ഓപ്പൺ സൈക്കിൾ ഒട്ടക് സിസ്റ്റം ആയിക്കോട്ടെ, ക്ലോസ്ഡ് സൈക്കിൾ ഒട്ടക് സിസ്റ്റം ആയിക്കോട്ടെ, ഇതിനകത്ത് നമ്മൾ കണ്ടൻസറും കാര്യങ്ങളൊക്കെ രണ്ടിലും ഉപയോഗിക്കുന്നുണ്ട്. ആ കണ്ടൻസറിലൊക്കെ പലപ്പോഴും മൈക്രോ ഓർഗാനിസംസ് അല്ലേ, കടലിൽ ധാരാളം മൈക്രോ ഓർഗാനിസംസ് സൂക്ഷ്മമായിട്ടുള്ള ജീവികളുണ്ട് അല്ലേ, അത് സസ്യങ്ങളായിക്കോട്ടെ ജന്തുക്കളായിക്കോട്ടെ അല്ലേ, സൂക്ഷ്മജീവികൾ ധാരാളമുണ്ട്, മൈക്രോ ഓർഗാനിസംസ് ധാരാളമുണ്ട്. ഈ കണ്ടൻസറിലൊക്കെ അത് പലപ്പോഴും ഡെപ്പോസിറ്റ് ചെയ്യപ്പെടും അല്ലേ, അവയൊക്കെ ഈ കണ്ടൻസറിൽ കയറി കൂടും. അങ്ങനെ കയറി കൂടിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് എഫിഷ്യൻസി എന്ത് ചെയ്യും, കുറയും. ഇതിനാണ് നമ്മൾ ബയോ ഫൗളിംഗ് എന്ന് പറയുക. ബയോ ഫൗളിംഗ് ഡെപ്പോസിഷൻ ആൻഡ് ഗ്രോത്ത് ഓഫ് മൈക്രോ ഓർഗാനിസംസ് ഓൺ ഇവാപ്പറേറ്റർ ആൻഡ് കണ്ടൻസർ ഈസ് നെയ്മഡ് ആസ് ബയോ ഫൗളിംഗ്. ഒട്ടക് സിസ്റ്റത്തിൽ ഉപയോഗിക്കുന്ന ഇവാപ്പറേറ്ററിനകത്ത് കണ്ടൻസറിനകത്തൊക്കെ മൈക്രോ ഓർഗാനിസംസ് ഡെപ്പോസിറ്റ് ചെയ്യപ്പെടുക, അവ അവിടെ ഗ്രോ ചെയ്യുക അല്ലേ, ഇതിനെയാണ് നമ്മൾ ബയോ ഫൗളിംഗ് എന്ന് പറയുക. ബയോ ഫൗളിംഗ് എന്ത് ചെയ്യും, ഹീറ്റ് ട്രാൻസ്ഫർ എഫിഷ്യൻസി കുറയ്ക്കും. ഓക്കെ, ഇറ്റ് റെഡ്യൂസസ് ദ ഹീറ്റ് ട്രാൻസ്ഫർ എഫിഷ്യൻസി. ഹീറ്റ് ട്രാൻസ്ഫർ എഫിഷ്യൻസി കുറച്ച് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് ആ എനർജി എഫിഷ്യൻസിയും കുറയും അല്ലേ. നോക്കുക, ഇറ്റ് ക്യാൻ ബി റിമൂവ്ഡ് ബൈ ക്ലോറിനേഷൻ, റബ്ബിംഗ് എക്സെട്ര. എങ്ങനെയാണ് ഇനി ഈ മൈക്രോ ഓർഗാനിസത്തിനെ നമ്മൾ റിമൂവ് ചെയ്യുക കണ്ടൻസറിൽ നിന്നും ഇവാപ്പറേറ്ററിൽ നിന്നൊക്കെ? നമ്മൾ സാധാരണ രണ്ട് മെത്തേഡ്സ് ആണ്. കെമിക്കൽ മെത്തേഡായിട്ട് നമുക്ക് ക്ലോറിനേഷൻ ഉപയോഗിക്കാം, ക്ലോറിൻ അപ്ലൈ ചെയ്യുക അല്ലേ. ക്ലോറിൻ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഈ മൈക്രോ ഓർഗാനിസംസ് ഒക്കെ നശിച്ചു പോകും. പിന്നെ മറ്റൊരു മെത്തേഡാണ് റബ്ബിംഗ് അല്ലേ, നന്നായിട്ട് ഉരച്ച് ചുരണ്ടി കളയുക അല്ലേ, ഈ മൈക്രോ ഓർഗാനിസത്തിനെ ഈ കണ്ടൻസറിൽ നിന്നും ഇവാപ്പറേറ്ററിൽ നിന്നൊക്കെ നന്നായിട്ട് ചുരണ്ടി വൃത്തിയാക്കുക. ഈ രണ്ട് രീതിയിലൂടെ ബയോഫൗളിംഗ് ഒഴിവാക്കാനും എഫിഷ്യൻസി ഒന്നുകൂടി വർദ്ധിപ്പിക്കാനും നമുക്ക് സാധിക്കും. അപ്പോൾ ഇതൊക്കെയാണ് ഡിസഡ്വാൻറ്റേജസ് ഓഫ് ഒട്ടക് സിസ്റ്റം അതിനെക്കുറിച്ചിട്ട് പറയുന്നത്. അപ്പോൾ അതിനകത്ത് ബയോഫൗളിംഗ് എന്ന് പറയുന്നൊരു ടേം കൂടി നമ്മൾ പറഞ്ഞു, അതുകൂടി ഒന്ന് നോട്ട് ചെയ്യുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഓപ്പൺ തെർമൽ എനർജി കൺവേർഷൻ സിസ്റ്റം എന്ന് പറയുന്ന ഭാഗത്തിൽ പറയുന്നത്. അത് നന്നായിട്ട് നോക്കുക. താങ്ക് യു.